എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോകളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കണ്ണൻദേവനെ കുറിച്ചിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ കണ്ണൻദേവ ലൂസ് തേയിലയെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ബ്രാൻഡിലെ വ്യത്യസ്ത രുചികളിൽ കണ്ണൻദേവന്റെ തേയിലകൾ നമുക്ക് വിപണിയിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പൊ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ കടുപ്പം, കൂറ്റ്, ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ വീഡിയോയിൽ ഞാൻ ഓരോ തേയിലയുടെയും ബ്രാൻഡഡ് തേയിലകളുടെ ക്വാളിറ്റിയുടെയും കടുപ്പത്തിന്റെ ഒക്കെ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നലെ നമ്മൾ ലൈനിൽ സപ്ലൈ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് നിലവിൽ നമ്മൾ കൊടുക്കാത്ത ഒരു കടയിൽ നമ്മൾ തേയില സപ്ലൈ നമ്മുടെ ലിസ്റ്റിലില്ലാത്ത ഒരു കടയിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ കയറി. അപ്പൊ അവിടെ കയറിയപ്പോഴത്തേക്ക് അവർ ഏത് ലൂസ് തേയിലയാണ് എടുക്കണേന്ന് ഇങ്ങനെ ചോദിച്ച്, അപ്പൊ അവർ വർഷങ്ങളായിട്ട് പല കമ്പനികളുടെ തേയിലകളും അവരിങ്ങനെ എടുക്കുന്നുണ്ടെന്നുള്ളതാണ് പറഞ്ഞത്. ഒരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പൊ അവര് അപ്പൊ ഇന്നലെ അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡഡ് ആയിട്ടുള്ള തേയില, അതായത് അവര് വർഷങ്ങളായിട്ടും ബ്രാൻഡഡ് ആയിട്ടുള്ള തേയിലയാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബ്രാൻഡഡ് ആയിട്ടുള്ള തേയില നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ ഈ കല്ലാറ്, മയൂര, സൂര്യലി, അത് AVT ഇതൊക്കെ ഇഷ്ടംപോലെ ഐറ്റങ്ങൾ നമ്മൾ എടുത്ത് നമ്മൾ സപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ അവരുടെ കടയിൽ അവർ ലാസ്റ്റ് ആയിട്ട് എടുത്തു വെച്ചതിന്റെ ഒരു ബോക്സ് കണ്ണൻദേവന്റെ ഒരു ഇന്നറാണിത്, കണ്ണൻദേവൻ തേയിലയാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ എടുത്തുകൊണ്ടിരുന്ന ഒരു തേയിലയാണ് ചൊക്കനാട് എന്ന് പറയുന്നത്. ചൊക്കനാടിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ എന്നൊക്കെ പറയാം. ചൊക്കനാട് SFT നമുക്ക് പണ്ട് നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നത് പൊടി തേയിലയാണ്. അത് നന്നായിട്ട് നമുക്ക് കോട്ടയം ഭാഗത്തൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു തേയിലയാണ്. ഈ ചൊക്കനാട് SFD അവരിന്നലെ പറഞ്ഞായിരുന്നു ചൊക്കനാടിന്റെ SFD തേയില അവർക്ക് എടുത്തു കൊടുക്കാമെന്ന്. അപ്പൊ നമ്മൾ ഈ എടുക്കുമ്പോഴത്തേക്കും 10ഉം 15ഉം ഒക്കെ വെച്ചിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഒരാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബോക്സ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എടുക്കുമ്പോൾ 10-15 ഒക്കെ വെച്ച് നമുക്ക് എടുക്കേണ്ടി വരും. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊക്കനാടിന്റെ നല്ല ടേസ്റ്റ് ഉള്ള തേയിലയാണ്. അപ്പൊ ഇത് RD, SRD, PD, SFD അങ്ങനെ പല ഗ്രേഡുകൾ വരുന്നുണ്ട്. അപ്പൊ കണ്ണൻദേവൻകാരുടെ എണ്ണയില് ഫാഗൂരി, കല്ലാറ്, അതുപോലെ തന്നെ ഈ ചൊക്കനാട്, പിന്നെ ഉണ്ട് ഗുണ്ടുമല എന്ന് പറഞ്ഞതൊക്കെ ഉണ്ട്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ക്വാളിറ്റിയുള്ള തേയില തന്നെയാണ്. അപ്പൊ അവർക്ക് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിത് നിലവിൽ ഇപ്പോൾ ഓർഡർ കൊടുത്തേക്കണത് കണ്ണൻദേവന്റെ കല്ലാറിന്റെ ഭാഗത്തേക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിയിട്ടില്ല നമുക്ക്. അപ്പൊ അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ തന്നെ നമ്മളിതിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ തേയില എടുക്കും. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് നിങ്ങളുടെ രേഖപ്പെടുത്തണം. അപ്പൊ പുതിയൊരു നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരാം. ബൈ.